ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ പറഞ്ഞ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നു പറഞ്ഞ ഏതായാലും ഈ പറഞ്ഞ വിഷയമൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ ഈ വിഷയം ഒന്ന് കഴിഞ്ഞു പോട്ടെ. സുജൂദിന് അള്ളാഹുവിന് മാത്രമാണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഏതായാലും അതൊക്കെ നമുക്ക് പറയാം. അള്ളാഹുവിന് മാത്രമാണോ എന്നുള്ള വിശ്വാസം നിങ്ങളും പറയണമല്ലോ, സുജൂദ് അള്ളാഹുവിന് മാത്രമല്ലയോ എന്നുള്ളത്. ഇപ്പൊ ഏതായാലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശവും, അതായത് ജിന്നുകളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ 2007 മാർച്ച് ഇസ്ലാഹി മാസികയിൽ ജിന്നുകളോട് സഹായം ചോദിക്കാന്നുള്ളതിലാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. 2007 മാർച്ച് മാസികയിലാണ് നിങ്ങൾ അത് എഴുതിയത്. അപ്പോൾ ഈ കൊല്ലം ഈ തൗഹീദ് ഇങ്ങനെ മാറ്റി പൊളിച്ച് എഴുതുന്ന പരിപാടിയാ, അത് തിരിയണം ഏതായാലും. അപ്പോൾ ഞാനും ഇവിടെ പഠിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അതുകൊണ്ട് കൂടുതൽ വിഷമം നിങ്ങളൊന്നും വിചാരിക്കാൻ പാടില്ല. കാരണം ഒരിക്കൽ ജിന്നോട് ചോദിക്കാന്നും പിന്നെ ചോദിച്ചുകൂടാന്നൊക്കെ പറയുമ്പോൾ ഒരിക്കൽ തൗഹീദാവുക, മറ്റൊരിക്കൽ ശിർക്കാവുക. ഏതായാലും അതേതായാലും സംഭവിക്കില്ലല്ലോ എന്നുള്ള നിലക്കാണ് വളരെ വിനീതമായിട്ട് ചോദിച്ചത് എന്ന് പറയുന്നു. അപ്പോ നേരത്തെ പറഞ്ഞ വിഷയം അദ്ദേഹത്തിന് ക്ലിയർ ആയി. ഇപ്പൊ സക്കറിയ സലാഹി അവിടെ ഇരിക്കുക. ഞാൻ പറയും, നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടിടില്ല. നിങ്ങൾ എന്തൊക്കെ പറയും, തൊലിക്കെട്ടി പറയുന്നു, വേറെ എന്തൊക്കെ പറയുന്നു, ഞാൻ കേൾക്കല്ലേ. എന്നിട്ട് എന്താ ക്ഷമയില്ലാത്തത്? അപ്പോ ഇവിടെ ഇപ്പോ ഒരു ഇസ്ലാഹാണ് വന്നിട്ടുള്ളത്. എന്റെ മൂപ്പര് ഒരു വാചകം അവിടുന്ന് വായിക്കാൻ ഒരുങ്ങാണ്, അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുകയാണ്. ഇത് ഇപ്പോഴിദ്ദേഹം പറയാം. എന്നാൽ എന്റെ സുഹൃത്തെ, ഈ സംശയത്തിന് 2008 ജനുവരിയിൽ തന്നെ ഇസ്ലാഹ് മറുപടി പറഞ്ഞിട്ടുണ്ട്. 2008 ജനുവരിയിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന വാചകം, ആ വാചകം ഇസ്ലാഹിനോട് തന്നെ ചോദിക്കുകയും, അല്ല നിങ്ങൾക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന വാദമുള്ളവരാണോ, അങ്ങനെയാണോ നിങ്ങളുടെ വാദം എന്ന് ചോദിച്ചു. കേട്ടോളൂ. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനാദർശം. നാളിതുവരെ ഇസ്ലാഹി പ്രസ്ഥാനം പ്രമാണങ്ങൾ ഉദ്ധരിച്ച് സ്ഥാപിച്ചതും അതുതന്നെയാണ്. എന്നാൽ ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി ജന്മം കൊണ്ട ഇസ്ലാഹ് മാസികയിൽ 2007 ഏപ്രിൽ കത്തിൽ വന്നൊരു ലേഖനത്തിലെ ചില പരാമർശങ്ങൾ അല്ലാഹുവല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിന് തെളിവായി ചില കുബൂരി മടവൂരി പ്രഭാഷകരും ലേഖകരും ഉദ്ധരിക്കുന്നു. പ്രസ്തുത ഉദ്ധരണി ചുവടെ. അപ്പോ ഇത് മുമ്പേ തുടങ്ങിയിട്ടുണ്ട് ഈ രോഗം, ഈ തെറ്റിദ്ധരിപ്പിക്കല്. അപ്പോ ആ വിഷയം വെച്ചിട്ട് ചോദിക്കുകയാണ്, ഇതിനെക്കുറിച്ച് ഇസ്ലാഹിൽ ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു. അപ്പൊ മറുപടി കേട്ടോ, പത്രാധിപർ മറുപടി. ചോദ്യത്തിന് തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രദാനം ചെയ്യുന്നത്. അതിൽ യാതൊരുവിധ മാറ്റവുമില്ല. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേയില്ല. അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നൊരു സങ്കല്പം ഒരിക്കലും ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല എന്ന് മാത്രമല്ല, അവസാനത്തെ വാചകം കേട്ടുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. പ്രാർത്ഥന നേട്ടപ്പോ എണീക്കാൻ പോയതാണല്ലേ. കേട്ടോളൂ, നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. ആരെങ്കിലും എഴുതിയത് മാത്രം കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇസ്ലാഹ് തന്നെയാണ് പറയുന്നത്, വ്യക്തമായ മറുപടി നൽകുന്നത്. ജനുവരി 2008. അതുകൊണ്ട് മാറി എന്ന് വരുത്താൻ വേണ്ടിയാണ് ശ്രമം. അഥവാ മുജാഹിദുകൾ തൗഹീദിൽ നിന്ന് മാറി എന്ന് വരുത്താനാണ് ശ്രമം. ഇല്ല, ഞങ്ങളുടെ അന്ത്യശ്വാസം വരെ ഞങ്ങളുടെ നിലപാടിതാണ്. ഞങ്ങളുടെ അവസാന നിമിഷം വരെ ഞങ്ങളുടെ നിലപാടിതാണ്. തൗഹീദിന് വേണ്ടി ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അല്ലാതെ ദാമോദരനെ കൊണ്ട് കബറടക്കിയിട്ട് ആ കബറിന്റെ മുകളിൽ നിന്നുകൊണ്ട് കൈ നീട്ടുന്നവരല്ല മുജാഹിദുകള്. അമുസ്ലിമായ വ്യക്തിയെ കൊണ്ടുപോയി കബറടക്കി കബർ കെട്ടിപ്പൊക്കിയിട്ട് അവിടെ ആ മക്ബറ ഉദ്ഘാടനം ചെയ്തിട്ട് ആ ജാറ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരല്ല ഞങ്ങൾ. നേരെ മറിച്ച് ഞങ്ങൾ മുവഹിദുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അതാരായിരുന്നാലും അതവരുടെ ശ്രമം മാത്രമായി അവശേഷിക്കുമെന്നല്ലാതെ ഒരിക്കലും അത് തെളിയിക്കുവാനോ അത് സമർത്ഥിക്കുവാനോ സാധിക്കുകയില്ല. ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്, ശക്തമാണ്. അതെ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, റിഫായി ശൈഖെ കാക്കണേ, ജിന്നെ സഹായിക്കണേ,
മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെ അള്ളയല്ലാത്തവരോട് നടത്തുന്ന പ്രാർത്ഥന ശിർക്കാണ്. നേരെ മറിച്ച് അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ ആ മുജാഹിദുകളെ നേരിടാൻ വരുന്നവര് പറയുകയാണ് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് മുജാഹിദുകള്, സുജൂദ് അള്ളാഹുവിന് മാത്രം, ഇബ്ലീസ് എന്ന് ഇബ്ലീസിനെ കൂട്ടുപിടിച്ച് ഇബ്ലീസിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ട് ആർക്കാണ് സുജൂദ് ചെയ്യേണ്ടതെന്ന് പോലും തീരുമാനിക്കാതെ ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മുഴുവനും അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ആ പ്രവാചകന്മാരുടെ വാദം ഇബ്ലീസിന്റെ വാദമാണെന്ന് എഴുതി പിടിപ്പിച്ച ആളുകളെ ന്യായീകരിക്കുന്നവർ വന്നിട്ട് ഞങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ മാന്യ സഹോദര, ഒരിക്കലും അത് ഇവിടെ വില പോവുകയില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ ഇസ്ലാഹിന് അങ്ങനെ വാദമുണ്ടോ? അങ്ങനെ വാദമില്ല. ജിന്നിനോട് സഹായം തേടാൻ പറ്റില്ല എന്ന നിലപാടിലാണ് മുജാഹിദികൾ എന്നുമുള്ളത്. ആ നിലപാടിൽ തന്നെയായിരിക്കും എന്നും ഉണ്ടാവുക എന്ന് വളരെ വ്യക്തമായി എന്റെ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഞാന് ഈ തെളിവ് പറഞ്ഞത് 2007 മാർച്ചിലെ ഇസ്ലാഹാണ് തെളിവ് പറഞ്ഞത്. അപ്പൊ 2007 മാർച്ചിൽ ഇത് എഴുതിയപ്പോ എത്ര മാസം പിന്നെ 2007 കഴിയാൻ ബാക്കിയുണ്ട്. പിന്നെ 2008 തെളിവാണ് നിങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയും കാലപ്രശസ്തമായ ഒരു ശിർക്ക് വരുന്ന ഒരു സംഗതി ഈ മാസികയിൽ എഴുതിയിട്ട് കേരളത്തിലെ സകല മുജാഹിദിന്റെ പന്ത്രന്മാരും ഉറങ്ങിയിരുന്നു അത്ര കാലവും ഇത് തിരുത്താൻ വേണ്ടി. തിരുത്തേതാനും രസമുള്ള തിരുത്താണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ തന്നെ വായിച്ചത് ഞാൻ ഇപ്പൊ കേട്ടതാണ് ആ തിരുത്ത്. എന്താ പറഞ്ഞേ, അല്ല ഞാൻ ഓർമ്മിക്കുന്നില്ല. ആ വാക്ക് ഞാൻ ഓർമ്മിച്ചിപ്പോ തന്നെ പറഞ്ഞുതരാം. അതായത് സുഹൃത്ത് ആദ്യം റിലാക്സ് അവിടെ ഇരിക്കും. അല്ലല്ല ഞാൻ പറഞ്ഞു വിഷയം കഴിയാതെ എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. പ്രാർത്ഥിക്കണം, സഹായം ചോദിക്കുക എന്നുള്ളത് കൊണ്ട് എഴുതിയ ആള് പറയുന്നത് പ്രാർത്ഥനയാണ് എന്ന് ഉദ്ദേശിച്ചിട്ടേ ഇല്ല, പ്രാർത്ഥനയാണെന്ന് ചോദിച്ചിട്ടേ ഇല്ല. നമ്മളെ വിഷയത്തിന് പുറത്താണത്. അപ്പൊ ചോദിച്ചത് പ്രാർത്ഥനയല്ല, ഈ സഹായം ചോദിക്കുക. അദ്ദേഹം പിന്നെ അതിനെ ന്യായീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ തിരുത്തും കൂടി അദ്ദേഹം ന്യായീകരിക്കുകയാണ്. പ്രാർത്ഥന അത് ഉദ്ദേശിച്ചിട്ടില്ല, അപ്പൊ ജിന്നിനോട് സഹായം ചോദിക്കാം. അപ്പൊ അതും കൂടി തിരുത്തലായിട്ടില്ലല്ലോ എന്നുള്ളതാണ്. പിന്നെ ജസ്റ്റ് ഒരു ചെറിയൊരു അഭ്യർത്ഥന, ആ സക്കരിയ സലാഹി പറഞ്ഞ ആ ഭാഗം നിങ്ങൾ കേട്ടത് അങ്ങനെയല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്തോ അത് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഭാഗം ഒന്ന് വെക്കാൻ നിങ്ങൾ ചെറിയ ഒരു സഹായം കാണിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒരു ഇസ്തിഹാസ. റഷീദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, അദ്ദേഹം ചോദിക്കണത് 2007 എഴുതിയിട്ട് 2008 തിരുത്താൻ, അല്ലാതെ 2006 തിരുത്താൻ പറ്റുമോ? ഇതൊന്നും എഴുതി കിട്ടണ്ടേ? ഇനി രണ്ടിത് അങ്ങനെ തിരുത്തുകയാണെങ്കിലുള്ള അവസ്ഥയാണ്. തിരുത്തുകയാണെങ്കിലുള്ള അവസ്ഥ 2008 അല്ലാതെ 2007 അല്ലാതെ 2007 എഴുതി 2008 അല്ലാതെ 2006 തിരുത്താൻ പറ്റും തിരുത്താണെങ്കിൽ. പക്ഷെ ഇത് തിരുത്തല്ല. ഇത് അവിടെ നിൽക്ക്. തിരുത്താൻ ആരാ പറഞ്ഞത്? ഇവിടെ ഒരു തിരുത്തും വന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ 2007 നിന്ന് കൊണ്ടുവന്ന ആ ഉദ്ധരണി അത് നിങ്ങളെപ്പോലെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി. അതാണ് ചോദ്യത്തിൽ തന്നെ ഉണ്ട്. എന്ത് ചില കുബൂരി അതുപോലെ തന്നെ മടവൂരി ആളുകൾ ഈ വാചകത്തെ ദുർവ്യാഖ്യാനിച്ച് മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഇത് ആദ്യം എഴുതണം, എന്നിട്ട് ഈ മാസിക പുറത്തിറങ്ങണം, എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങണം. അങ്ങനെ തുടങ്ങുമ്പോൾ ഒരാൾക്ക് കത്തെഴുതാൻ തോന്നണം, കത്തെഴുതി കഴിയുമ്പോൾ മറുപടി പറയണം. അപ്പൊ അത്രയും സമയം എടുത്തു. ആ സമയം എത്രേ? അത് 2008 ജനുവരിയാണ്. 2007 ഏപ്രിലാണ് ലേഖനം വന്നത്. അത് ചില ആളുകൾ വളച്ചൊടിക്കാൻ തുടങ്ങി, പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അത് ചോദ്യമായി വന്നപ്പോൾ തന്നെ 2008 ജനുവരിയിൽ മറുപടി പറയുകയും ചെയ്തു. ഇത്രയും വ്യക്തമായ ഒരു കാര്യം, ആ കാര്യം ഇനിയും റഷീദ് കബീരിക്കും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാല് എന്താ ചെയ്യുക? അള്ളാഹു മനുഷ്യന് ബുദ്ധി നൽകിയത് എന്തിനാ? ബോധം നൽകിയത് എന്തിനാ? അള്ളാഹ് നൽകിയതല്ലേ ഇത്. അദ്ദേഹം ഇവിടെ വന്ന് വാദിച്ചു തുടങ്ങിയത് സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ട് എന്നാണ്. എവിടെ വാദം? പല കാസറ്റിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ആദ്യം സമർത്ഥിക്കാൻ ശ്രമിച്ചു. സക്കരിയ സലാഹി പറഞ്ഞത് എന്നെ കേൾപ്പിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ് സക്കരിയ സലാഹി മാറി പറയുന്ന ആളാണ് എന്നാണ്. സക്കരിയ സലാഹി മാറി പറയുന്ന ആളാണ്. അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെന്നാ. ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരുന്ന ആളുകൾ അഥവാ ജിന്ന് സേവകരായ ആളുകൾ എങ്ങനെ കൊണ്ടുവരുന്നു എന്ന് വാദിക്കുന്ന രൂപത്തിൽ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുള്ളത്.
അദ്ദേഹം അങ്ങനെ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. ഇനി അങ്ങനെ ഒരാൾ കൊണ്ടുവന്നാൽ തന്നെ ശൈത്താൻ കൊണ്ടുവന്നു എന്ന് വിചാരിക്കല്ലാതെ ഒരിക്കലും അതിന്റെ പുറകെ പോകാൻ പറ്റുകയില്ല എന്ന രൂപത്തിൽ അദ്ദേഹം വിശദീകരിച്ച വാചകത്തെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് ചില ആളുകൾ ക്ലിപ്പ് കാട്ടിയിട്ടുണ്ട്. ആ ക്ലിപ്പിനെ അവലംബിച്ചുകൊണ്ടാണ് എന്റെ സുഹൃത്തിനെ പോലുള്ള ആളുകൾ കാര്യം മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ആ രൂപത്തിലുള്ള മനസ്സുമായി ഇവിടെ വന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇസ്ലാഹിലുണ്ട്, ഇസ്ലാഹിലുള്ളത് എന്താണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ആ രൂപത്തിൽ സംശയം ഉന്നയിച്ച ആളുകള് സംശയം ഉന്നയിച്ചപ്പോൾ ഇസ്ലാഹ് തന്നെ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിന്റെ എല്ലാം ചുരുക്കമെന്താ? മൊത്തത്തിൽ റഷീദ് ഗവായി എന്ന് പറയുന്ന ആള് ആ സുഹൃത്തിന് കിട്ടിയതെന്താ? മൊത്തത്തില് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ ജിന്നിനോട് സഹായം തേടാമെന്നോ ഉള്ള വാദം മുജാഹിദുകൾക്ക് ഇല്ല. അങ്ങനെ ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ ചില ആളുകൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോ അങ്ങനെ ഒരു വാദം മുജാഹിദുകൾക്കില്ല. നേരെ മറിച്ച് അങ്ങനെ ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നു. റഷീദ് സാഹിബ് പോകണ്ട, അവിടെ ഇരുന്നോ. ആ ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് അവർ ചോദിച്ചിട്ട് പിന്നെ ചാൻസ് വരും, അതോടെ ചോദിച്ചു. അപ്പോ ഇപ്പൊ കാരണം എന്താ ഇപ്പൊ ചോദിക്കണമെന്നാണ്. ഇപ്പൊ ഞാനും അനസ് മൗലവിയും കൂടി ഒരു കാര്യത്തിൽ തീരുമാനമെത്തി. കാരണം ഞാൻ ആദ്യം പറഞ്ഞു ഇസ്ലാഹ് 2007 മാർച്ചില് അത് തിരുത്തിയതാണെന്ന് അനസ് മൗലവി പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കും, എന്തിനാ കളവ് പറയുന്നത്? ഇപ്പൊ ഇരുന്ന് പറയല്ലേ, ജസ്റ്റ് അദ്ദേഹത്തിന് മൈക്ക് നോക്കി ഞാൻ പറയട്ടെ. അത് തിരുത്തിയതാണെന്ന് അനസ് മൗലവി പറഞ്ഞു എന്നാണ്. തിരുത്തിയതാണെന്ന് അനസ് മൗലവി പറഞ്ഞു. ഇങ്ങനെ മുഖത്ത് നോക്കി കളവ് പറഞ്ഞു. നേരത്തെ നിങ്ങളല്ലേ പറഞ്ഞു കളവ് പറയരുതെന്ന്? കൂനുമാസാദിക്കുന്ന ആയത്തോതിയത്. അപ്പോ അദ്ദേഹം തന്നെ ഇപ്പൊ കളവ് പറയാം. ഞാൻ പറഞ്ഞത് എന്താ? തിരുത്തുകയാണെങ്കിൽ എപ്പോഴാ തിരുത്താൻ പറ്റുക? 2007 എഴുതിയാൽ 2006 തിരുത്താൻ പറ്റുമോ? ഇല്ല. 2008 തിരുത്തി. അങ്ങനെ തിരുത്താണെങ്കിൽ, പക്ഷെ ഇത് തിരുത്തല്ല എന്ന് പറഞ്ഞത് തിരുത്താണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോ സഹോദരൻ, നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാതെ എങ്ങനെയായി അടുത്ത ചോദിച്ചോളൂ. നിങ്ങൾ പോകല്ലേ, അതുകൂടെ ചോദിച്ചിട്ട് പോയിക്കോളൂ. കാരണം ഈ ചോദ്യം ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല. അതിനനുസരിച്ച് സമ്മതിച്ചില്ല. കാരണം ഒരു ചോദ്യം ചോദിച്ചൊന്ന് ഇപ്പൊ ലാസ്റ്റ് തീരുമാനത്തിലെത്തിയ. അപ്പൊ ആ ചോദ്യം ചോദിക്കൂ. ഞാൻ പറഞ്ഞത് അൽ-ഇസ്രാഹ് 2007 മാർച്ചിൽ പിന്നെ ഉള്ള ജിന്നിനോട് സഹായം ചോദിക്കാം എന്ന് പറഞ്ഞത് തിരുത്തിക്കൊണ്ട് 2008 പറഞ്ഞു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അത് തിരുത്തൽ, ഏതായാലും അത് തിരുത്തലായിട്ട് ഒന്നും കൂടി ഉറപ്പിച്ചു പറയുക. ഇത് ദുആ ചെയ്യലാണ് അവിടെ ഉദ്ദേശമില്ല, സഹായം ചോദിക്കാനാണ് ഉദ്ദേശമില്ല. നിങ്ങൾ വിശദീകരിച്ചു. വീണ്ടും നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴും കളവാണ് പറയുന്നത്. ഞാൻ പറയാത്തത് നിങ്ങൾ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്റെ സുഹൃത്ത് അവിടെ ഇരിക്കും, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവിടെ ഇരിക്കൂ. ഇതാ കേട്ടോ, ഇത് കേട്ടോളൂ. ഇത് നിങ്ങൾ കളവല്ലേ പിന്നെയും പറയുന്നത്? ഞാൻ വായിച്ചതിൽ കളവ് പറയുകയോ, ഇവിടെ ഇരുന്നിട്ട് കളവ് പറയോ? അതിപ്പോ ബൈലക്ഷനൊക്കെ കയറി വീട്ടിലിരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെയൊക്കെ നടക്കും. പക്ഷേ ഇത് നേർക്ക് നേരെ തെളിവുമായിരിക്കുന്നത്. കേട്ടോളൂ എന്റെ വാചകം. സഹായം തേടാമെന്ന് പറഞ്ഞിട്ടില്ല. കേട്ടോളൂ. നമ്മുടെ ജീവിതത്തിലെ കേട്ടോളൂ, ഒരേ ഒരു വാചകം. നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. അപ്പൊ തെളിവുണ്ട് എന്നാ പറഞ്ഞത്. സഹായം തേടാൻ തെളിവില്ല എന്നാണ് ഇസ്ലാഹിലുള്ളത്. അപ്പൊ പറയുന്തോറും മുജാഹിദിയുടെ വാദം മുറുകി വരിക, ശരിയായി വരിക. ഇദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആരോപണം വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, വിലപ്പെട്ട ഈ സമയം താങ്കൾ ഈ രൂപത്തിൽ നശിപ്പിച്ചാൽ ഈ ഇരിക്കുന്ന ആളുകളോട് താങ്കൾ ചെയ്യുന്ന ക്രൂരതയാണത്. കാരണം നിങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത് ശരിയായിട്ടില്ല. താങ്കൾ ആരോപണം ഉന്നയിച്ചു, അതിന് മറുപടി പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഇസ്ലാഹിന്റെ പേരിൽ പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞു തന്നു. വീണ്ടും താങ്കൾ കളവുകൾ ആവർത്തിക്കുകയാണ്. ഈ ഇരിക്കുന്ന ആളുകൾ അവർ കൂടിയിരിക്കുമ്പോൾ താങ്കളുടെ കളവുകൾ ആവർത്തിക്കാൻ വേണ്ടിയിട്ട് ഈ സമയം ഒഴിച്ചു തരുക എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തോട് ചെയ്യുന്ന ക്രൂരതയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.